ഒരു തുള്ളി കണ്ണീര് പോലും കാട്ടാളന് വേണ്ടി വീഴ്ത്തപ്പെടില്ല. ജ്യേഷ്ഠ, ദുഃഖിക്കരുത്. എന്റെ മകൻ അഭിമന്യു മരിച്ചപ്പോഴും ധർമ്മജൻ പറഞ്ഞതാണ്, കരയരുത്. മഹാസങ്കടങ്ങളിൽ പോലും ക്ഷത്രിയൻ കരയരുത്. പിന്നീടുള്ള യുദ്ധ ദിവസങ്ങൾ അത്രയും എന്റെ ഉള്ളിലെ പകയെ കെടുത്താനുള്ള പോരാട്ടമായിരുന്നു എനിക്ക്. എന്റെ ശബ്ദം പോലെ കൗരവരെ ഒന്നൊന്നായി ഞാൻ കൊന്നുകൊണ്ടിരുന്നു. കൗരവ സൈന്യം പരാജയമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ചിന്നിച്ചിതറി. പലരും തോറ്റോടി, ചിലർ സന്ധി ചെയ്തു. യാദവദേവൻ നയിച്ച ആ യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു. ധർമ്മമാണത്രേ വിജയിച്ചത്. അത് അംഗീകരിക്കാനോ വിജയം ആഘോഷിക്കാനോ എനിക്കാവുമായിരുന്നില്ല. കാരണം എന്റെ ആജന്മശത്രു, നൂറ്റവരിൽ മൂത്തവൻ ദുര്യോധനെ എനിക്കപ്പോഴും കൊല്ലാൻ കഴിഞ്ഞിരുന്നില്ല. ദ്വൈപായന കയത്തിൽ സ്വന്തം ജീവനും കൊണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ, ദുര്യോധനൻ. ദുര്യോധന, എനിക്കെന്റെ ശപഥം പൂർത്തിയാക്കണം. നൂറ്റവരെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന എന്റെ ശപഥം ഒളിച്ചിരിക്കാതെ പുറത്തു വാടാ. തീർത്തോ നീ അവനെ, ഇല്ലെങ്കിൽ വിട്ടാര്. രാജ്യവും അർത്ഥവും സൈന്യവും സകലതും നഷ്ടപ്പെട്ട അവനിനി ജീവിച്ചാലെന്ത്, മരിച്ചാലെന്ത്? നമ്മൾ വിജയിച്ചല്ലോ. ഹസ്തിനപുരി ഇനി നമുക്കുള്ളതാണ്. യഥാർത്ഥ ശത്രുവിനെ വധിക്കാതെ നേടുന്ന വിജയം ഞാൻ പരാജയമായ കരുതു. ഇവനെ വധിക്കാതെ അങ്ങ് രാജാവാകുന്ന ഹസ്തിനപുരിയിൽ ഞാൻ കാലുകുത്തില്ല. കുരുവംശത്തിന് തന്നെ നാണക്കേടുണ്ടാക്കാതെ ഒരു ക്ഷത്രിയന് നിരക്കും വിധം വെല്ലുവിളി ഏറ്റെടുത്ത് പുറത്തു വാ സുയോധന. എന്നെ വെറുതെ വിട്ടേക്കൂ. ഹസ്തിനപുരിയിൽ അവകാശവാദം ഉന്നയിച്ച് ഞാൻ വരില്ല. അല്ലെങ്കിൽ തന്നെ വിധവകളുടെ കണ്ണീരൊഴുകുന്ന ഈ രാജ്യം എനിക്കെന്തിന്? ശിഷ്ടകാലം ഞാൻ മാന്തോലെടുത്ത് വനത്തിൽ പോയി തപസ് ചെയ്ത് കഴിഞ്ഞോളാം. തോൽവി സമ്മതിച്ചവനെ പോരിന് വിളിക്കുന്നത് ധർമ്മമല്ല. ധർമ്മത്തെ കുറിച്ച് പറയാൻ നിനക്കെന്ത് അവകാശം? ആണാണെങ്കിൽ പോരിന് വാ. ആരും നിന്നെ കൂട്ടമായി ആക്രമിക്കില്ല. ഞങ്ങൾ ആരോട് വേണമെങ്കിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. നിശ്ചയിക്കുന്ന ആയുധം ജയിച്ചാൽ ഈ രാജ്യം ഞാൻ നിനക്ക് തിരിച്ചു നൽകും. പന്തയങ്ങൾ ഇനിയും അവസാനിപ്പിക്കാറായില്ലേ ജ്യേഷ്ഠന്? ഗദായുദ്ധത്തിൽ അജയ്യനാണ് ദുര്യോധനൻ. അവൻ ജ്യേഷ്ഠനെ പോരിന് വിളിച്ചാൽ, എന്നെയോ നകുലനെയോ സഹദേവനെയോ പോരിനെ തിരഞ്ഞെടുത്താൽ, കുന്തിയുടെ മക്കൾക്ക് ഇനിയും കാട്ടിൽ കഴിയാൻ തന്നെയായിരിക്കും യോഗം. പരിഭ്രമിക്കേണ്ട ഭാർത്ത. വീൺവാക്കുകൾ ശീലമായി പോയ ധർമ്മപുത്രനും ഭയക്കണ്ട. ഈ ഭൂമുഖത്ത് എന്നോട് ഗദായുദ്ധത്തിൽ ഏർപ്പെടാൻ കെൽപ്പുള്ള ഒരേ ഒരു യോദ്ധാവേയുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ മന്ദരം അധിക്ഷേപിച്ചിരുന്ന ഇവൻ ഭീമൻ. ഈ ഒരു യുദ്ധത്തിന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഭീമനെയാണ്, ഭീമനെ മാത്രം. വീരോചിതമായ തീരുമാനം. എന്നും കൊന്നു തോൽപ്പിക്കാൻ നീ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നെയും, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് നിന്നെയുമാണ്. നമ്മളിൽ ഒരാളുടെ ശപഥം ഇവിടെ പൂർത്തിയാകും. പോരിന് വാടോ സുയോധന. ആഗ്രഹങ്ങളുടെ രാജകുമാര, ഇതാ നിന്റെ മരണവും സംഭവിച്ചു കഴിഞ്ഞു. അവസാന ശപഥവും നിറവേറിക്കഴിഞ്ഞതോടെ ഇനി എന്തെന്ന ചോദ്യം എന്നിൽ ബാക്കിയാവുന്നു. നിന്റെ മരണത്തോടെ ലക്ഷ്യമില്ലാത്തവനായി തീർന്നു ഭീമസേൻ. ഇത്രയും കാലം പകകൊണ്ട് എന്നിലെ പ്രാണനെ ജ്വലിപ്പിച്ചു നിർത്തിയ ദുര്യോധന, നിനക്ക് അന്ത്യ പ്രണാമം. പ്രണാമം.
രാജ്യം മുഴുവൻ മരിച്ചവർക്ക് ബലിയിടുകയാകണം. യുദ്ധം ഒരു ജനതയെ അനാഥരും വിധവകളും സങ്കടക്കയത്തിൽ കൈകാലിട്ടടിക്കുന്നവരുമാക്കി. ചിരിക്കുന്ന ഒരു മുഖവും എങ്ങുമില്ല. ചോരമണം മാറാത്ത ശവം കൊത്തുന്ന കാലൻ കഴുകുകൾ ഇപ്പോഴും ആകാശം വിട്ടൊഴിയാത്തൊരു സാമ്രാജ്യം. വൈകി ഉദിക്കുന്ന വീണ്ടു വിചാരങ്ങളിൽ വേവലാതിപ്പെടാനല്ല, മരിച്ചവർക്ക് ശ്രാദ്ധമൂട്ടാനാണ് നമ്മളിവിടെ വന്നത്. വരൂ. നിൽക്കൂ. ഉറ്റവർക്ക് വേണ്ടി ജലാഞ്ജലി അർപ്പിക്കുമ്പോൾ ഒരു നാമം മറന്നു പോകരുത്. കൗരവരുടെ പക്ഷത്ത് മരിച്ച ഒരു മഹാവീരൻ, നിങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠൻ, രാധേയനെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന കർണൻ. നിങ്ങൾക്ക് മുമ്പേ എന്റെ വയറ്റിൽ പിറന്നവൻ. എന്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ കർണനെ വധിച്ചത്, അതും നിരായുധനായി നിൽക്കുമ്പോൾ. മഹാപാപം, ഭ്രാതൃഹത്യ. അമ്മ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? പറയണമെന്ന് തോന്നിയില്ല. രാജതന്ത്രങ്ങളിൽ അന്തഃപുര രഹസ്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. മണ്ണടിഞ്ഞ മുഴുവൻ പിതൃക്കളെയും സങ്കല്പിച്ച് ജലാഞ്ജലി അർപ്പിക്കാം. വരൂ ജ്യേഷ്ഠ. ദ്രൗപദി, ദ്രൗപദി, അങ്ങനെ നീ കഥ കേട്ട് ഉറങ്ങിയല്ലേ? ഒരു ഊർധ്വനിശ്വാസത്തിന്റെ സൂചന പോലും നൽകാതെ പറയാതെ പോയല്ലോ പ്രിയപ്പെട്ടവളെ. നിനക്ക് വേണ്ടിയും ഒരു സ്വർഗം വാതിൽ തുറന്നിരിപ്പുണ്ടാവും. മുൻപേ പോയ എന്റെ സഹോദരങ്ങൾ സ്വർഗം പൂകിയിരിക്കും. പക്ഷെ ഞാൻ ഇല്ല, ഇല്ല. എന്റെ മകൻ ഘടോൽക്കജനെ നിഷേധിച്ചൊരു സ്വർഗം എനിക്കും വേണ്ട. ഭീമന്റെ മഹാപ്രസ്ഥാനം ഇവിടെ തീരുന്നു. കാട്, തിരസ്കൃതർക്ക് സകലതും തരുന്ന കാട്, ആട്ടിയോടിക്കപ്പെടുന്നവർക്കും പരാജിതർക്കും വനവാസത്തിലുള്ള കാട്, ആര്യവഞ്ചനകളിൽ നെഞ്ചുമുറിഞ്ഞവരുടെ ചോരയിൽ കാട്ടുപച്ച അരച്ചിടുന്ന അമ്മയായ കാട്, വീരസ്വർഗം പോകിയ പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്ന് ഭീമൻ മാത്രം വനനീലിമയിലേക്ക് തിരിച്ചിറങ്ങുന്നു. പ്രിയപ്പെട്ടവളെ, നീയും നിന്റെ ചമ്പകഗന്ധവും സകല വരേണ്യ സൗന്ദര്യങ്ങളും വാഴ്ത്തപ്പെടുന്ന ഇതിഹാസ ഭൂമികയിൽ നിന്നും ഭീമൻ വീണ്ടും വനവാസത്തിന് പോകുന്നു. ഭീമൻ പറഞ്ഞ കഥകൾക്കും പാഞ്ചാലിയുടെ മരണത്തിനും ഭീമന്റെ പലായനത്തിനും സാക്ഷികൾ അവരായിരുന്നു. കാട്ടാള വേഷം കൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആദി പുരുഷനായ കൈലാസനാഥനും പരാശക്തിയായ ശ്രീപാർവതി. മലർമഴ ചൊരിയൂ അദ്വൈതസാരമേ, വേദാന്തസാരമേ. അമൃതകിരണ മലർമഴ ചൊരിയൂ അദ്വൈതസാരമേ, വേദാന്തസാരമേ. തിരുജട ശശികല പനിനീരണിയും കൽപ്പാന്തങ്ങൾ നമിക്കും, കോടി നരജന്മങ്ങൾ വണങ്ങും. കലകളിൽ അമൃതായി നിറയൂ
പ്രഭാമയൂഖമുണർത്തു കലകളിൽ അമൃതായി നിറയൂ പ്രഭാമയൂഖമുണർത്തു ശിവ 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 ശംഭോ കൈലാസപദേ ശംഭോ ശിവ 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 ശംഭോ ത്രിപുരാന്തകരേ ശംഭോ